അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ലഭിക്കുന്ന ഇൻഷുറൻസ് തുക 1000 കോടി രൂപ വരെ. രാജ്യത്തെ ഏറ്റവും ചെലവേറിയ അപകടം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് ഇന്നലെ അഹമ്മദാബാദിലുണ്ടായത്. 294 വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. ഇതിൽ വിമാനയാത്രികരും മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടുന്നുണ്ട്. ദുരന്തത്തിൽ മരിച്ചവർക്ക് ടാറ്റ ഗ്രൂപ്പ് 1 കോടി രൂപ വീതം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ ഇൻഷുറൻസ് തുക ഉൾപ്പെടെയുള്ളവയും ലഭിക്കും. എല്ലാം കൂടി കണക്കാക്കുമ്പോൾ നഷ്ടപരിഹാരം 1000 കോടിക്കടുത്തുണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ദുരന്തമായിരിക്കും ഇത്. മോൺട്രിയൽ കൺവെൻഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു കരാറാണ്. വിമാനാപകടത്തിൽ ഒരാൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയെപ്പറ്റി ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. 1999 ഇത് സംബന്ധിച്ച കരാർ നിലവിൽ വന്നത്. ഈ കരാർ അനുസരിച്ച് അപകടങ്ങളിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ചത് 2009 കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് മരണമോ പരിക്കോ സംഭവിക്കുന്ന യാത്രക്കാരന് 1.4 കോടിയോളം രൂപ ലഭിക്കും. വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടാണ് അപകടമുണ്ടായതെന്ന് വ്യക്തമാകുകയാണെങ്കിൽ നൽകേണ്ട നഷ്ടപരിഹാരം ഇതിലും ഉയരുകയും ചെയ്യും. അപകട സമയത്ത് ഇടക്കാല നഷ്ടപരിഹാരമാണ് ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ടാറ്റ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരവും അത്തരത്തിലുള്ളതാണ്. അന്തിമ നഷ്ടപരിഹാരം ലഭിക്കുക മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരമായിരിക്കും. അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും അന്തിമ നഷ്ടപരിഹാര തുക പ്രഖ്യാപിക്കുന്നത്. എയർ ഇന്ത്യ തങ്ങളുടെ മുഴുവൻ വിമാനങ്ങളെയും $20 ബില്യൺ ആഗോള വ്യോമയാന ഇൻഷുറൻസ് പ്രോഗ്രാമിന് കീഴിൽ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. വിമാനത്തിനുണ്ടാകുന്ന കേടുപാടുകൾക്ക് ഹൾ ഇൻഷുറൻസും യാത്രക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾക്ക് ബാധ്യതാ ഇൻഷുറൻസും അപകടമുണ്ടാകുന്ന സമയത്തുള്ള വിമാനത്തിന്റെ മൂല്യമനുസരിച്ചായിരിക്കും ഈ ഇൻഷുറൻസുകൾ ലഭിക്കുക എന്നാണ് ബ്രോക്കറേജ് സ്ഥാപനമായ ഹൗഡർ MDയും സിഇഒയുമായ അമിത് അഗർവാൾ പറയുന്നത്. അപകടം സംഭവിച്ച എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം 2013 മോഡലായിരുന്നു. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2021 ഏകദേശം $115 മില്യൺ ഈ വിമാനം ഇൻഷുർ ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്കുള്ള ഇൻഷുറൻസ് കണക്കാക്കുന്നത് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാകും. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, ജോലിയുണ്ടെങ്കിൽ അവസാനം വാങ്ങിയ ശമ്പളം, ശമ്പളക്കാരനല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം, വിവാഹിതനാണോ അല്ലയോ എന്നത്, ആ വ്യക്തിയുടെ പരിരക്ഷയിൽ കഴിഞ്ഞിരുന്ന വ്യക്തികളുടെ എണ്ണം, അവരുടെ പൊതു സാമ്പത്തിക സ്ഥിതി, ഇങ്ങനെയുള്ള കാര്യങ്ങളാകും നോക്കുന്നത്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ലഭിക്കുന്ന ഇൻഷുറൻസ് ക്ലെയിം 1000 കോടി വരെ ഉയർന്നേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വിമാനത്തിന്റെ സാങ്കേതിക വിവരങ്ങൾ FDRലാണ് ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. അതിനാൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അപകടത്തിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വന്നേക്കും. ടേക്ക് ഓഫിന് ശേഷം വിമാനത്തിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയാനും സാധിക്കും. വിമാന ദുരന്തത്തിൽ 294 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെയാണ് അദ്ദേഹം സംഭവ സ്ഥലത്ത് എത്തിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര ഭായ് പട്ടേൽ, എയർ ഇന്ത്യയുടെ CEO, അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകട സ്ഥലം സന്ദർശിച്ച ശേഷം പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രികളിലും മോദി സന്ദർശനം നടത്തി. പരിക്കേറ്റവരെയും അവരുടെ ബന്ധുക്കളെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രമേശ് വിശ്വാസിൽ നിന്ന് അദ്ദേഹം വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി.